10 മലനിരകളിലെ മഞ്ഞുവീഴ്ച പോലെ നിശബ്ദമാണെങ്കിലും ഭാവിയിൽ ഒരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കാണ് പ്യോങ്യാങ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഉത്തര കൊറിയയുടെ ഏകാധിപതിയായ കിം ജോങ് ഉന്നിന്റെ സിംഹാസനത്തിനായി കാത്തിരിക്കുന്നത് ഒന്നല്ല 2 പേരാണ്. ആദ്യത്തെയാൾ അദ്ദേഹത്തിന്റെ മകൾ കിം ജി-യെ. ബോംബുകൾക്കും മിസൈലുകൾക്കും നടുവിലാണ് അവൾ വളരുന്നത്. പ്രായം 13 വയസ്സ് മാത്രം. പക്ഷേ കളിപ്പാട്ടങ്ങളെക്കാൾ കൂടുതൽ അവൾ കണ്ടത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാകും. ലോകം കരുതിയത് ഉത്തര കൊറിയയുടെ ചരിത്രത്തിൽ ഒരു പെൺകുട്ടിക്ക് സ്ഥാനമുണ്ടാകില്ല എന്നായിരുന്നു. എന്നാൽ കിം ജോങ് ഉൻ ചരിത്രം തിരുത്തുകയാണ്. ആയുധപുരകളിലും സൈനിക പരേഡുകളിലും അച്ഛന്റെ കൈപിടിച്ച് അവൾ നടക്കുമ്പോൾ അത് വെറുമൊരു സ്നേഹപ്രകടനമല്ല, അതൊരു പ്രഖ്യാപനമാണ്. ഇതാണ് എന്റെ പിൻഗാമി എന്ന നിശബ്ദമായ പ്രഖ്യാപനം. വരാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിൽ ആ കിരീടധാരണത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണെന്ന് ചാരക്കണ്ണുകൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ആ സിംഹാസനത്തിലേക്കുള്ള ദൂരം അത്ര എളുപ്പമാകില്ല. കാരണം കിമ്മിന്റെ നീളായി വർഷങ്ങളായി കൂടെയുള്ള ഒരാളുണ്ട്, സഹോദരി കിം യോ ജോങ്. വെറുമൊരു സഹോദരിയല്ല, കിമ്മിന്റെ ഭരണകൂടത്തിലെ ഏറ്റവും വിഷം പുരട്ടിയ നാവാണവർ. ദക്ഷിണ കൊറിയയെ തകർത്തെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എതിരാളികളെ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുന്ന ക്രൂരയായ തന്ത്രശാലി. അധികാരം കൈപ്പിടിയിലൊതുക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പ്രകൃതം. തന്റെ സഹോദരന് ശേഷം ആ കസേരയിലേക്ക് എത്താൻ ഏറ്റവും യോഗ്യത തനിക്കാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകും. അനുഭവ പരിചയമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിക്ക് മുന്നിൽ തലകുനിക്കാൻ കിം യോ ജോങ് തയ്യാറാകുമോ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഉത്തര കൊറിയയിലെ അധികാരമാറ്റങ്ങൾ ഒരിക്കലും പൂക്കൾ വിരിച്ച വഴികളിലൂടെ ആയിരുന്നില്ല. സ്വന്തം അമ്മാവനെ പീരങ്കിക്ക് മുന്നിൽ നിർത്തിയും ജ്യേഷ്ഠനെ വിഷം കൊടുത്തു കൊന്നുമാണ് കിം ജോങ് ഉൻ അധികാരമുറപ്പിച്ചത്. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് അവിടെ അധികാരത്തോടുള്ള ആർത്തി. അതുകൊണ്ട് തന്നെ കിം യോ ജോങ്ങും കിം ജോങ് ഉന്നും തമ്മിലുള്ള ഈ അദൃശ്യ പോരാട്ടം ഭാവിയിൽ വലിയൊരു രക്തച്ചൊരിച്ചിലേക്ക് വഴിമാറിയേക്കാം. 50-ലധികം ആണവായുധങ്ങളുടെ താക്കോൽ ആരുടെ കൈകളിലേക്കാണ് എത്തുക എന്നത് ലോകത്തിന്റെ തന്നെ ഉറക്കം കെടുത്തുന്ന ചോദ്യമാണ്. പ്യോങ്യാങ്ങിലെ കൊട്ടാരത്തിനുള്ളിൽ ഇപ്പോൾ നിശബ്ദതയാണ്. പക്ഷേ ആ നിശബ്ദതയ്ക്ക് കൊടുങ്കാറ്റിന്റെ കരുത്തുണ്ട്. കിം ജോങ് ഉൻ ആരെ വാഴിക്കും, ആരെ വീഴ്ത്തും, കാലം കരുതി വച്ചിരിക്കുന്നത് വലിയൊരു നാടകമാണ്.